കുട്ടികൾക്ക് എന്തെങ്കിലും മേടിക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ പാരൻസ് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയായിട്ട് എപ്പോഴും അവർക്ക് നല്ല സ്ഥാനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണ്. അതെപ്പോഴും സാധിക്കണമെന്നില്ല. ചിലപ്പോൾ അവരുടെ വാശി കാരണമൊക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അവർക്ക് എപ്പോഴും നല്ല സ്ഥാനമാണ് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പം നന്ദുവിനും പാറുവിനും കുറച്ച് കാലം എന്ന് വെച്ചാൽ ഒരു 2 വർഷത്തിനടുത്തായിട്ട് ഞാൻ കോട്ടക്കലിലെ സോപ്പും ഷാമ്പുവും ഒക്കെ യൂസ് ചെയ്യുന്നത്. നന്ദുവും പാറുവും ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ 2 പേർക്കും ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 പേർക്കും വേറെ വേറെ സോപ്പ് തന്നെയാണ്. അതുപോലെ ഞാൻ മുഖത്ത് ഉപയോഗിക്കുന്നതും ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ വിഭയുടെ ക്രീമാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് മേത്ത് തേക്കാനായിട്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നാൽപ്പാമരാതി വെളിച്ചെണ്ണയും തലയിൽ തേക്കാനായിട്ട് ഷാമ്പുവും കോട്ടയ്ക്കലിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ആയുർവേദിക് ഷാമ്പൂവിൻ്റെ റേറ്റ് 100 ml 85 റുപ്പീസാണ്. അപ്പം ഞാൻ ഈ കോട്ടയ്ക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഈ കോട്ടയ്ക്കലിൻ്റെ സ്പോൺസേർഡ് വീഡിയോ ആണെന്ന്. അല്ല, എനിക്കങ്ങനെ സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടണമെന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് പറ്റുന്നത്ര നല്ല സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുമാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഞാൻ മുഖത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അലോവേര ജെല്ലാണ് ഈ കാണിക്കുന്നത്. വനശ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതിപ്പോൾ കോട്ടയ്ക്കലിൽ നിന്നുമല്ല, നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ഒരു സാധാരണ മരുന്ന് കടയിൽ നിന്ന് പച്ചമരുന്ന് കിട്ടുന്ന കടയിൽ ഞാൻ മേടിക്കുന്നത്. ഇപ്പോൾ കുറേ വർഷം, അതായത് ഇതും ഏകദേശം ഒരു 2 വർഷത്തോളം ഞാൻ ഉപയോഗിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. 100 റുപ്പീസാണ് ആ ഒരു കുപ്പിക്കുള്ളത്. കുട്ടികൾക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷാമ്പൂ ആയാലും സോപ്പായാലും നമുക്ക് വലിയവർക്കായാലും ഉപയോഗിക്കാം കേട്ടോ. അതിനൊരു കുഴപ്പമില്ല. കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അത്.